ഹലോ, അപ്പോൾ നമുക്കിന്ന് ഇതുപോലെ ചിക്കൻ പോപ്സിക്കൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ബ്രെഡാണ് അത് മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചരച്ച കേട്ടോ ചിക്കൻ്റെ, അത് അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ കുറച്ച് എനിക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്കത് 2-3 തുണ്ടരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം. മല്ലിയിലും വേപ്പിലയും ചെറുതായി ഇടുന്നത്, ഒരു പച്ചമുളക്, എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുരുമുളകും ചേർക്കുന്നത് കൊണ്ടാണ് ഞാനൊരു പച്ചമുളക് എടുത്തത്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ മിക്സ് അടിച്ചെടുക്കാം. അത് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് മക്കൾക്കൊക്കെ ഒരു രസം തോന്നാൻ വേണ്ടി കാണും. ഇത് ഇപ്പോൾ ഷേപ്പാക്കിയിട്ട് കോല് വെച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം. നമുക്കിതിനെ ഈ മുട്ടയിലോട്ട് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ വെച്ച് കോട്ട് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ബ്രെഡ് ക്രംസ് അങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് എല്ലാതും സ്റ്റിക്കിൽ വെച്ച് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്സിക്കൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സോസും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.